എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വയനാട്ടിലേക്കൊരു യാത്ര പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ 900 കണ്ടി എന്നാണ് പറയുക. അടിപൊളി സ്ഥലമാണ് 900 കണ്ടി. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ? ആദ്യം നമ്മൾ 900 കണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓഫ് റൈഡിംഗ് ആണ്. ഓഫ് റൈഡിങ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് 900 കണ്ടി എന്ന് പറയുന്നത്. 900 ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, അതാണ് ഈ 900 കണ്ടി എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ രണ്ട് സൈഡിലും നല്ല ഡെൻസ് ഫോറസ്റ്റാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യമൊക്കെ ഇവിടെ ജീപ്പും ബൈക്കും ബുള്ളറ്റും ഒക്കെ അവൈലബിൾ ആയിരുന്നു, അല്ലെങ്കിൽ കടത്തിവിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീപ്പ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ജീപ്പുകൾ അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. മഴ സമയത്തൊക്കെ കർണാടകയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവുമെന്നാണ് കേട്ടത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, പയ്യന്നൂരിലുള്ളത്. ഒരാൾക്ക് 250 റുപ്പീസാണ് ജീപ്പിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. നല്ല ഡെൻസ് ഫോറസ്റ്റാണ്. ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. നല്ല തഴച്ചു വളരുന്ന മരങ്ങളാണ്, നല്ല തടിയുള്ള മരങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ മരങ്ങളൊന്നുമല്ല. പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ് വയനാട് എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത്. ഒരുപാട് പാറകൾ അതിനിടയിൽ ഒഴുകി വന്നതാണ് മഴയത്ത്. അവിടെ ചെടികളുടെ ഇടയിലൊക്കെ കുറച്ചധികം പാറ കഷ്ണങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വഴിയിൽ ആന ഇറങ്ങാറുണ്ടെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് ആനയൊന്നും കണ്ടിട്ടില്ല. ആന ഇറങ്ങിയാൽ കുറച്ച് സീനാണ് കാര്യങ്ങൾ എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പക്ഷെ വളരെ നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ 900 കണ്ടി എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് പീക്കുകൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഒട്ടനവധി പീക്കുകളാൽ എന്താ പറയുക ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഈ 900 കണ്ടി എന്ന് പറയുന്നത്. ഇവിടെ 2 പാർക്കുകളാണുള്ളത്, എക്കോ പാർക്കും സ്കൈ പാർക്കും. നമ്മൾ പോയിട്ടുള്ള ഏറ്റവും ഹൈറ്റിലുള്ള സ്കൈ പാർക്കിലേക്കാണ്. അതിന് താഴെയാണ് എക്കോ പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൈ പാർക്കിലേക്കാണ്. സ്കൈ പാർക്കും എക്കോ പാർക്കും തമ്മിൽ വ്യത്യാസം പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം സ്കൈ പാർക്ക് എന്ന് പറയുന്നത് നല്ല കുറച്ചുകൂടെ ഹൈറ്റിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ആസ് യൂഷ്വൽ രണ്ട് സെയിം ആണ്. ഇവിടെ നമ്മൾ വേറൊരു ജീപ്പ്, ഒരുപാട് ജീപ്പുകൾ ഈ ഒറ്റ റൂട്ടിലൂടെ പോകുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ എൻജോയ് ചെയ്യാൻ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മളെ ഡെസ്റ്റിനേഷനായ 900 കണ്ടിയിൽ സ്കൈ പാർക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ 200 റുപ്പീസാണ് ഓരോ ആൾക്കാർക്കും വാങ്ങുന്ന ചാർജ്. ഇപ്പം നമ്മൾ അവിടെ മേലെ കയറുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാനുണ്ട്. റിലാക്സിങ് ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ് ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരെ കണ്ടു നമ്മൾ വന്നപ്പോൾ തന്നെ. ഒരുപാട് കുട്ടികളുണ്ട്. നോർത്ത് ഇന്ത്യൻസാണ് അധികവും ഇവിടെ കാണുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. വളരെ എക്സൈറ്റഡ് ആയൊരു മൊമെൻ്റായിരുന്നു അത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഹൈറ്റിലൂടെ പോവുക, ചെയ്യുക, അഡ്വഞ്ചേഴ്സ് ചെയ്യുക എന്നുള്ളത്. അതിന് ആപ്റ്റായൊരു സ്ഥലമാണ് ഈ 900 കണ്ടി എന്ന് പറയുന്നത്. നമ്മൾ നേരെ ചെരുപ്പഴിച്ചിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടന്നു. ചമ്പ പീക്ക് വ്യൂ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയാണ്. ആ പീക്കാണ് അവിടെ കാണുന്നത് നിങ്ങൾ. രാവിലെ തന്നെ മൂടൽമഞ്ഞുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ അമേസിങ് ആണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ ഒരു വൈബ് അനുഭവിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് മേലെ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ. കുറേ ആൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മൾ താഴോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയമൊക്കെ തോന്നും. എന്നാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരൊക്കെ കർണാടകയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചൊക്കെ ചെയ്തു. നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ട്രീപ്പ് ടോപ്പ് വ്യൂവിലാണ്. ടോപ്പ് ഹില്ല്, അതായത് ട്രീൻ്റെ ഏറ്റവും 4000 അടി മുകളിൽ ഒരു മരത്തിന് ചുറ്റും ഇങ്ങനെ ഏണി വെച്ചുകൊണ്ടുള്ളൊരു ടോപ്പ് വ്യൂ ആണ് കാണാൻ പോകുന്നത്. 4000 അടി മുകളിലാണ് നമ്മൾ നിൽക്കാൻ. ഞാൻ അവിടെ നിന്ന് താഴോട്ടേക്ക് എടുത്ത പിക്ചേഴ്സാണ് ഈ കാണുന്നത് നിങ്ങൾ. വളരെ ഹൈറ്റിലാണ് നമ്മൾ നടന്ന് കയറേണ്ടത്. അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ. നമുക്ക് ആ 900 കണ്ടി കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വ്യൂ ആണ് ട്രീ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്.
നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കയറാനുണ്ട് സ്റ്റെപ്പ്. കയറി മേലെ എത്തിയാലാണ് നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റുക. 4000 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. അത് ചമ്പ പീക്കാണ് നിങ്ങൾ കാണുന്നത്. ഏറ്റവും മേലെ കയറിയാൽ നിങ്ങൾക്ക് കാണുന്ന വ്യൂസാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ചമ്പ പീക്കാണിത്. ഒരുപാട് മൗണ്ടൻസ് അതിൻ്റെ ഇടയിലുണ്ട്. ഇതെൻ്റെ മോളാണ്, അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. വളരെ സൂപ്പർബായിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ തനതായ രൂപത്തിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. ആ ട്രീ ടോപ്പ് വ്യൂ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ റോപ്പ് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് റോപ്പുമായി ബന്ധപ്പെട്ടിട്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോപ്പ് കൂടാതെ ഇവിടെയാണ് ജീപ്പൊക്കെ പാർക്ക് ചെയ്യുന്നത്. നമുക്ക് പോകാനുള്ള ജീപ്പുകളൊക്കെ അവിടെ പാർക്കിംഗ് ഉണ്ടാവും. പിന്നെ അവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റൈഫിൾ കൊണ്ടുള്ള കുറേ ആക്ടിവിറ്റീസാണ്. നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അമ്പും വില്ലും ആണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. എനിക്ക് അമ്പും വില്ലും പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. അത് വലിച്ച് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. ബാക്കി ഹസ്ബൻഡിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കതിൻ്റെ വർക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെത് അധിക ദൂരം പോയില്ല, അത് അവിടെ തന്നെ വീണു. ഞാൻ പിന്നെ ട്രൈ ചെയ്തുമില്ല. കുറേ പേര് ഇത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ നമുക്കങ്ങനെ കിട്ടുന്ന കാര്യമല്ലല്ലോ അമ്പും വില്ലൊന്നും. പിന്നെ ഫുട്ബോൾ കളിക്കാനുള്ള ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള അധിക കാര്യങ്ങളും അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, റോപ്പ് ഏരിയ ആക്ടിവിറ്റീസ് ഉണ്ട്. ബാക്കി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഈ സ്കൈ പാർക്കിൻ്റെ താഴെ വേറൊരു റൂട്ടിലേക്ക് പോയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സിപ്പ് ലൈനും സിപ്പ് സൈക്ലിംഗ് പോലെയുള്ള കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയുള്ള ആക്ടിവിറ്റീസ് ഇതിൻ്റെ താഴെയാണ് ഉണ്ടാവുക. ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി പോകുന്നത് സിപ്പ് ലൈൻ സിപ്പ് സൈക്കിളിലേക്കാണ്, ഏരിയയിലേക്കാണ്. അത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഇങ്ങനെയുള്ള ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഒരു ട്രക്കിംഗ് പോലെ തന്നെയാണ് അതും ഫീൽ ചെയ്യുക. എന്തായാലും അവിടെ റോഡ് എന്ന് പറയുന്നത് അത്ര സുഖകരമല്ലാത്ത റോഡാണ്, ട്രക്കിംഗ് റോഡ് തന്നെയാണ്. അതിലൂടെ ഒരുപാട് ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ക്ലൈമറ്റൊക്കെ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ അവിടുന്ന് സിപ്പ് ലൈനിലേക്ക് പോവുകയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.